എൻ്റെ മേലുണ്ട്. യേശുവിൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്. അവിടുത്തെ അഭിഷേകം എൻ്റെ മേലുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം 13 വചനം. മത്തായി സുവിശേഷം 5:13, മത്തായി 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പരയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇത് പറയും, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ 2 കാര്യങ്ങൾ ഈശോ പറയുകയാണ്. ആദ്യം ഈശോ പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട 2 അവസ്ഥകളാണ്. ഒന്ന് ഉപ്പ്. നമുക്കറിയാം, ഉപ്പ് നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരത്തിൽ കൃത്യമായ അളവിൽ ഉപ്പില്ലെങ്കിൽ, കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ആഹാരം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അത് ഭക്ഷിക്കാൻ നമുക്ക് ഭക്ഷ്യയോഗ്യമായിരിക്കില്ല, നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നു. അപ്പോൾ കൃത്യമായ അളവിൽ ഒരു കഴിക്കുന്ന ആഹാരത്തിൽ ഉപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രുചികരമായിട്ട് കഴിക്കാൻ പറ്റുകയുള്ളൂ. രുചി പകരുന്നു. പക്ഷെ പറയാം, നിങ്ങൾ ഉപ്പായിരിക്കണം, നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ. ഉപ്പ് ഉറകെട്ട് പോയാൽ എന്ത് ചെയ്യും? ഇവിടെ തന്നെ ചോദിക്കുന്നുണ്ട് ആ വചനം. ഉറകെട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? ഉറ കൂട്ടാൻ സാധിക്കുമോ? ഉപ്പിന് ഉറകെട്ട് പോയി ഉപ്പിന് ആരെങ്കിലും ഉറ കൂട്ടാൻ സാധിക്കുമോ? പിന്നീട് സാധിക്കില്ല, സാധ്യമല്ല. അതാണ് ഈശോ പറഞ്ഞത്, അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. അതാണ് ഉപ്പിൻ്റെ കുഴപ്പം. ഉപ്പ് എന്ന് പറഞ്ഞ ഉപ്പിൻ്റെ അവസ്ഥ, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതല്ലെങ്കിൽ അത് വളത്തിന് ഉപയോഗിക്കാം, സാധനങ്ങൾ കേടുപറ്റാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കാം. നമുക്കറിയാം, മത്സ്യമാംസാദികളൊക്കെ ഉപ്പിട്ട് സൂക്ഷിക്കുന്നു കേടുവരാതിരിക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെ പല ഗുണങ്ങൾ ഉപ്പിനുണ്ട്. ആ ഉപ്പെന്ന ഘടകം ഉള്ളത് കൊണ്ടാണ്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല, അത് വലിച്ചെറിയപ്പെടുന്നു. പിന്നെ അത് കാണുന്നവരൊക്കെ ചവിട്ടുന്നു. യേശു പറയാം, നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ. ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് തന്നെയാണ്, വലിച്ചെറിയപ്പെടും, ചവിട്ടപ്പെടും. ദൈവം തന്നിരിക്കുന്ന അഭിഷേകം ഓരോ വ്യക്തി തന്നിട്ടുള്ള വിളിക്കനുസരിച്ച് അഭിഷേകം തന്നിട്ടുണ്ട്. അപ്പോൾ ആ അഭിഷേകത്തിൻ്റെ തലത്തിൽ നീ നിൽക്കാതെ വരുമ്പോൾ നിന്റെ ഉപ്പ് ഉറകെട്ടു പോയി, ഉപ്പിന് അംശം നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളെന്ത് പറയാറില്ലോ, എത്ര പ്രാർത്ഥിച്ചിട്ട് രക്ഷയില്ല, ഭയങ്കര ഞെരുക്കമാണ്, ഭയങ്കര വേദനയാണ്, ഭയങ്കര പ്രശ്നമാണ്, ഒരു പരിഹാരമില്ല തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ആദ്യത്തെ ധ്യാനം കൂടി നിങ്ങൾക്ക് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കരുത്തായിരുന്നു അല്ലേ? ഈ ലോകത്തെ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകുന്തോറും ഞെരുക്കങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. ഞെരുക്കങ്ങളും വേദനകളും കൂടാൻ തുടങ്ങി. അവിടെ എന്ത് സംഭവിച്ചു? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഭിഷേകത്തിൻ്റെ മാധുര്യം കുറയാൻ തുടങ്ങി, ഉപ്പിൻ്റെ ശക്തി കുറയാൻ തുടങ്ങി, അഭിഷേകത്തിൻ്റെ വീര്യം കുറഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് നാശത്തിനല്ല സംഭവിച്ചത്. ആ 1 അവസ്ഥയിലും ആരെല്ലാം ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
അവരൊക്കെ കയറി വരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നിരാശപ്പെട്ട് പ്രാർത്ഥിച്ചാൽ രക്ഷയൊന്നുമില്ല, കർത്താവ് ചെയ്യത്തില്ല, ആ ഒരു രീതിയിൽ ചിന്തിച്ച് പുറകോട്ട് പോയവർ താഴെ പോവുകയും ചെയ്യും. യേശു പറയുകയാണ്, നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഉപ്പാണ്, ഭൂമിയുടെ ഉപ്പാണ്. അത് ഉറകെട്ട് പോയാൽ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. ഇസ്രായേലിലൊക്കെ ചെന്ന് കാണാൻ സാധിക്കും, മലമുകളിൽ മുഴുവൻ എല്ലാ മലകളും പട്ടണങ്ങളാണ്, വലിയ വലിയ പട്ടണങ്ങൾ എവിടെ നിന്നും കാണാൻ സാധിക്കും. അത് ഒരിക്കലും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. പട്ടണങ്ങളെ വിളക്ക് കൊളുത്തി ആരും പലരുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിന്മേലാണ് വെക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. യേശു പറയാം, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ പ്രകാശം എന്ന് ഈശോ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വിളക്ക് കൊളുത്തി അത് ആരും പറയുടെ കീഴിൽ വയ്ക്കില്ല, അത് പീഠത്തിൻ്റെ മുകളിൽ വയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും പ്രകാശം കൊടുത്ത് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രകാശം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ, കുടുംബത്തിലെ, സമൂഹത്തിലെ അന്ധകാരത്തെ അകറ്റേണ്ടവരാണ് നിങ്ങൾ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12 കാര്യം യേശു പറഞ്ഞ വചനമാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. യേശു പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശു നമ്മോട് പറയും, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പം നമ്മുടെ വലിയൊരു ദൗത്യം, വലിയ വിളിയുമാണ് എപ്പോഴും പ്രകാശിക്കുക, പ്രകാശത്തിനായിരിക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഉപ്പുണ്ടായിരിക്കണം, ഉപ്പില്ലെങ്കിൽ അത് ചവിട്ടപ്പെടും മനുഷ്യരാൽ. രണ്ട്, പ്രകാശമുണ്ടായിരിക്കണം. പ്രകാശത്തിൽ കുറവ് സംഭവിച്ചാലോ എന്ത് പറ്റും? നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിലേക്ക് വന്ന് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ലൈറ്റ് കുറഞ്ഞു അല്ലേ? അതിൻ്റെ ആ 100 എന്നുള്ളതിൽ നിന്നും ചാർജ് താഴോട്ട് പോകുന്തോറും അതിൻ്റെ ഫങ്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം അത് 10 വന്നു, 8 5. അപ്പോൾ നമുക്കറിയാം, ചാർജ് ഇല്ല, അത് എവിടെ ചാർജ് ചെയ്താൽ ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കറിയാം, നിങ്ങൾ എവിടെയെങ്കിലും പോയി ചാർജ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കേരളം വിട്ട് പുറത്ത് പോയി, നിങ്ങളുടെ മൊബൈലിൽ ചാർജ് പോയി, ചാർജ് തീരെ കുറവാണ്, നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാവും അല്ലേ? കരഞ്ഞോട് നിങ്ങൾക്ക് എത്ര അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ദേശത്തോട്ട് യാത്ര ചെയ്യുകയാണ്, നിങ്ങൾക്കൊന്ന് ആരെങ്കിലോട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം. അത് ചാർജില്ല, വിളിക്കാൻ പറ്റില്ല, അത് ഡെഡാണ്, യാതൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എവിടെ ചാർജ് ചെയ്യാൻ സാധിക്കും അത് ചാർജ് ചെയ്യും. നിങ്ങൾ അവിടുത്തെ അടുത്ത യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും പോയി എവിടെയാണ് പവർ പ്ലഗ് നോക്കി അത് നിങ്ങൾ ചാർജ് ചെയ്യും. കാരണം അത് നമുക്കറിയാം, അത് ആവശ്യമാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം, യേശു നിങ്ങൾ പ്രകാശമാണെന്ന് പറഞ്ഞ് നമ്മളിലുള്ള ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞ് അത് 0 കഴിഞ്ഞ പിന്നെ ഡെഡായി, ഒന്നും കൊള്ളില്ല. പക്ഷേ ആ 0നും 10നും ഇടയിലുള്ള സമയം വളരെ അപകടം പിടിച്ച സമയമാണ്. ഏത് നിമിഷത്തിലും കൂടുതൽ ഉപയോഗം വന്നാൽ ചാർജ് മുഴുവൻ കയറി കഴിഞ്ഞ് മുഴുവൻ ചാർജ് പോകാം. അപ്പോൾ നമ്മൾ കരുതലുള്ളവരായിരിക്കും. പറഞ്ഞതിൻ്റെ കാര്യം, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തപ്പോൾ ചാർജില്ല, ഞാൻ ചാർജ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ വീടിന് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ചാർജ് കുത്തി വെച്ചു. പക്ഷെ എനിക്ക് പുറത്തുനിന്ന് 10 വരെ ചാർജ് വെച്ചിട്ട് ഞാൻ പോയി. പിന്നെ തിരിച്ചു വരുന്ന കുറേ മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത്. പക്ഷേ ഞാൻ വളരെ കെയർഫുള്ളായിരുന്നു. കാരണം ഈ 10 തിരിച്ച് വീട്ടിൽ വരുന്നവരെ എന്തെങ്കിലും അത്യാവശ്യം വിളിച്ചാൽ മാത്രം എടുക്കുക, ബാക്കിയൊന്നും ഫോൺ ഉപയോഗിച്ചില്ല. സോ ഐ വാസ് സോ കോഷ്യസ്. ഞാൻ അവിടെ വളരെ ശ്രദ്ധാലുവായിരുന്നു. മറ്റൊരു തരത്തിലും ആ ഫോണിൽ ഒന്നും അങ്ങോട്ട് വിളിക്കാനോ ചെയ്യാതെ ഞാൻ കാത്തുന്നു. ആരുടെ അത്യാവശ്യക്കാർ വിളിക്കുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യണം. കാരണം അത് വളരെ ഒരു വിലയേറിയ സമയമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ വന്ന് ചാർജ് ചെയ്തപ്പോൾ 100 ചാർജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആണ്. ഐ ആം നോട്ട് ബോദർ അബൌട്ട് ദാറ്റ്. ശ്രദ്ധിക്കുന്നില്ല, ചാർജ് ഉണ്ട്, പ്രശ്നമില്ല. പക്ഷെ ചാർജ് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു ഡെഡ് ടൈമാണ്, ഡെഡ് ലൈനാണത്. 10 മുതൽ 0 വരെയുള്ള സമയം എന്ന് പറയുന്നത്. ഒരു മൊബൈൽ ഫോണിനെ സംബന്ധിച്ചോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കുറഞ്ഞ് ദൈവവുമായുള്ള ബന്ധത്തിൽ അകന്ന് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ, ഇന്ന് മാത്രമല്ല നമ്മുടെ ലോകത്തിൽ നമ്മുടെ പ്ലഗ് ലോകത്തിലേക്ക് കുത്തിവെച്ചത്, നമ്മൾ ദൈവത്തിലേക്കല്ല കുത്തിവെച്ചത്.
ലോകത്തിൻ്റെതായ മാധ്യമങ്ങൾ, അത് ടി വി ആയിരിക്കാം, സിനിമകളായിരിക്കാം, ലോകത്തിലെ മാധ്യമങ്ങളായിരിക്കാം, പത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തു ബന്ധങ്ങളായിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സമയം വേസ്റ്റായിട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവനം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളെപ്പോഴും നമ്മൾ ചാർജ് ഉള്ളവരായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ലോകത്തെ പ്രകാശിപ്പിക്കേണ്ടവർ. ഇപ്പോൾ നമ്മുടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇതിൽ നമുക്ക് ഇടത്തരം പ്രകാശം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഡീസൽ സമയത്ത് ഡീസൽ ഒഴിച്ചു കൊടുത്ത് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മളറിയില്ല, നമുക്ക് പ്രകാശം കിട്ടിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന വ്യക്തി, നമ്മൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചാർജ് ചെയ്യേണ്ട നമ്മുടെ ആവശ്യം, നമ്മുടെ വിളിയാണ്, നമ്മുടെ വിളിയുടെ ഭാഗമാണത്. എപ്പോഴും ചാർജിലായിരിക്കുക. ഇവരൊക്കെ പറയും എപ്പോഴും പ്രകാശത്തിലായിരിക്കുക. ഏതെങ്കിലും ഒരു കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ വന്ന് അവിടെ കുറച്ച് നേരം വചനം കേട്ട് പ്രാർത്ഥിച്ച് ഭയങ്കര ശക്തി കിട്ടി, ഒരു ചാർജ് മേടിച്ചു, പിന്നെ തിരിച്ച് ലോകത്തിൽ പോയി കഴിയുമ്പോൾ പഴയ മനുഷ്യനായി തീരരുത്. നമ്മളിൽ സ്റ്റോർ ചെയ്യണം. നമുക്ക് ലഭിക്കുന്ന ഇങ്ങനെയുള്ള സാഹചര്യം, നമുക്ക് ലഭിക്കുന്ന ശക്തിയെ നമ്മൾ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ച് അത് നമ്മൾ അടുത്ത തലത്തിലേക്ക് കയറാനുള്ള അവസരമാക്കി മാറ്റണം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണിലടയ്ക്കാം. ദൈവം എനിക്ക് നൽകിയ അഭിഷേകം, സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന അഭിഷേകം, അത് ലോകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി നൽകപ്പെട്ടതാണ്. കർത്താവേ, എത്രയോ സന്ദർഭങ്ങളിൽ ഈ അഭിഷേകത്തിൻ്റെ ശക്തിയെ ചോർത്തിക്കളഞ്ഞ് വ്യക്തിപരമായ എൻ്റെ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി, വ്യക്തിപരമായ പ്രാർത്ഥന നഷ്ടപ്പെടുത്തി, പ്രത്യേകിച്ചും ഈ നാളുകളിൽ പള്ളിയിൽ പോകാൻ പറ്റാതെ, ബലിയിൽ പങ്കെടുക്കാൻ പറ്റാതെ ഉണ്ടായ വലിയൊരു ദാരിദ്ര്യം. അതിനു മുൻപ് പല ആളുകളും ആശ്രയിച്ചിരുന്ന വലിയൊരു തലമായിരുന്നു വിശുദ്ധ കുർബാന എന്നുള്ളത്. വ്യക്തിപരമായ പ്രാർത്ഥനയില്ലെങ്കിലും അവരെ പള്ളിയിൽ നിരന്തരമായ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ജീവൻ പ്രാപിച്ചവരാണ് അനേകം ആളുകൾ. പക്ഷേ ഇന്ന് ലോക്ക്ഡൗൺ ഈ പീരീഡിൽ വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ട് ദേവാലയത്തിൽ പോകാൻ പറ്റാതെ സ്വന്തം ഭവനത്തിൽ ഇരുന്നു കൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിക്കേണ്ടി വന്നപ്പോൾ അനേകം ആളുകൾക്ക് അതൊരു വലിയൊരു വളർച്ചയ്ക്ക് വളരാൻ സാധിക്കാത്ത ഒരു വലിയ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, വ്യക്തിപരമായിട്ട് ബന്ധമില്ല, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, നിരാശപ്പെട്ടു പോയ, ഭയന്നു പോയ, ദുഃഖിച്ചു പോയ സന്ദർഭങ്ങളുണ്ടായി. കാരണം ജീവൻ കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ആ പ്രതികൂലങ്ങളെ മേൽ വിജയം വരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണമായിരുന്നെങ്കിൽ നമുക്ക് ലഭിച്ചതായ അഭിഷേകത്തെ ദൈവവുമായുള്ള യേശുവുമായുള്ള വ്യക്തി ബന്ധത്തിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നാം ആരംഭം മുതൽ വളർത്തിയെടുത്തിരുന്നെങ്കിൽ നമ്മുടെ ചുറ്റുപാടും എത്ര ആത്മീയ ദാരിദ്ര്യം ഉണ്ടെങ്കിലും ശരി, എൻ്റെ ആത്മാവ് ഒരിക്കലും ആ ദരിദ്രാവസ്ഥയിൽ വീണു പോകുമായിരുന്നില്ല, തകർന്നു പോകുമായിരുന്നില്ല. കർത്താവേ, ഈ നാളുകളിൽ വന്നുപോയ ആത്മീയ ദാരിദ്ര്യം എൻ്റെ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതാ ഈ ദിവസങ്ങളിൽ അവിടുത്തെ അഭിഷേകത്തെ സ്വീകരിച്ച് എൻ്റെ ഹൃദയത്തെ ഒരു തടാകമാക്കി മാറ്റുവാൻ, ഒരു സ്റ്റോർ ഹൗസാക്കി മാറ്റുവാൻ, ആത്മാവിൽ ശക്തിയിൽ നിറഞ്ഞ് കടന്നു പോകുവാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയച്ച് എന്നെ നവീകരിക്കണമേ, എന്നെ പടുത്തുയർത്തണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് മഹത്വം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന് അതേ അധ്യായത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനം ആരംഭിക്കുന്നത് മലയിലെ പ്രസംഗത്തെക്കുറിച്ചാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ 5-ാമത്തെ അധ്യായം. ഇപ്പം നമ്മൾ വായിച്ചു കേട്ട 5:14 വചനവും അതിൻ്റെ തുടർച്ച തന്നെയാണ്. നിങ്ങൾ ഉപ്പാണെന്ന് പറഞ്ഞു, നിങ്ങൾ പ്രകാശമാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുൻപ് ആ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് യേശു പറയുന്നത് ശ്രദ്ധിക്കാം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും.
നീതിക്ക് വേണ്ടി വിശ്വസിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ വചനത്തിന് മൂന്നാമത്തെ വചനം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. എന്താണ് ഈ ആത്മാവിൽ ദരിദ്രം? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണോ? നിങ്ങൾ ആത്മാവിൽ സമ്പന്നരാണോ? ഞാൻ ഉദാഹരണം പറയാം. പത്രോസും യോഹന്നാനും കൂടെ വചനം പ്രസംഗിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഞാൻ വായിക്കുന്ന വചനമാണ് പുസ്തക പ്രവർത്തനം 3 വായിക്കുന്നു. അവർ പോകുന്ന വഴിക്ക് ഒരു മുടന്തൻ അടിയിരിപ്പുണ്ടായിരുന്നു. അവൻ ഭിക്ഷയെടുക്കുന്നവനായിരുന്നു. അവനെ കൊണ്ട് കിടത്തുക പതിവായിരുന്നു. അവിടെ സുന്ദര കവാടത്തിൽ കിടത്തുക പതിവായിരുന്നു. അപ്പോൾ പത്രോസ് യോഹന്നാൻ കടന്നു പോകുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ അവരോട് ഭിക്ഷ ചോദിച്ചു. അവൻ ഭിക്ഷ ചോദിച്ചപ്പോൾ പത്രോസ് അവനെ സൂക്ഷിച്ചു കൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ നേരെ നോക്കുക. അപ്പോൾ വചനം പറയുകയാണ്, അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, എന്നാൽ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ഇത് പറഞ്ഞിട്ട് പത്രോസ് അവൻ്റെ കൈക്ക് പിടിച്ചു. ഇത് പറഞ്ഞു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. തൽക്ഷണം അവൻ്റെ പാദങ്ങൾ നിവർന്നു. അവൻ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി അവൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ അവിടെ നോക്കണമേ, ഒരു മുടന്തനായൊരു മനുഷ്യൻ, 40-ലേറെ വയസ്സ് പ്രായമുള്ള മുടന്തനായൊരു മനുഷ്യൻ ഭിക്ഷ ചോദിച്ചതാണ്. പക്ഷെ അവൻ ഭിക്ഷ ചോദിച്ചപ്പോൾ തന്നെ പത്രോസ് പറയാം, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്വർണ്ണം വെളിയൊന്നും ഇല്ല, പക്ഷെ എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. അവൻ എന്തുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞത്? എന്താണ് പത്രോസിലുള്ളത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നിറവ്. അതിൻ്റെ 100 ഡിഗ്രിയിലുണ്ടായിരുന്നു പത്രോസിലുണ്ടായിരുന്നു. പെന്തക്കോസ്തായിൽ അവർ സ്വീകരിച്ച അഭിഷേകം അത്രമാത്രം വലിയൊരു ശക്തിയാണ് കൊടുത്തിരുന്നത്. യാതൊരു സങ്കോചമില്ല പത്രോസിന് ഇല്ല. നേരെ പറയാം, സൂക്ഷിച്ച് നേരെ നോക്ക്. ഒറ്റപ്പറച്ചിലായിരുന്നു. അപ്പം സൂക്ഷിച്ച് നോക്കുകയാണ്, എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷിച്ച് നോക്കുകയാണ്. അപ്പം പറയാം, നിനക്ക് തരാൻ എൻ്റെ സ്വർണ്ണം വെള്ളിയൊന്നുമില്ല, പക്ഷെ എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. പന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് പത്രോസ് പറയും, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. കൈക്ക് പിടിച്ചു. Get up and walk in the name of Jesus Christ of Nazareth. അവൻ ചാടി എഴുന്നേറ്റ് നിമിഷം അവൻ്റെ പാദങ്ങൾ നിവരുകയാണ്. നോക്കണമേ, എത്രമാത്രം ശക്തിയാണ് അവനിലേക്ക് കടന്നുപോയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവൻ്റെ പാദങ്ങൾ നിമിഷം നിവർന്നത് എന്തുകൊണ്ടാണ്? പത്രോസിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു ചെന്നു. അതിന് കാരണം പത്രോസ് ആത്മാവിൽ സമ്പന്നനായിരുന്നു. എന്താണ് ഈ ആത്മീയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ? എന്താണ് ആത്മാവിൻ്റെ ദാരിദ്ര്യ അവസ്ഥ? ഞാൻ ഒറ്റ വാക്കി പറയാം. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അഭിഷേകത്തിൽ കയറണം, ഈശോ കൊണ്ട് ജീവിക്കണം, എന്തെങ്കിലും കർത്താവിന് ചെയ്യണം, ഇതൊക്കെ ഭയങ്കരമായ ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും ആകാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുന്നതോറും ഭയങ്കരമായ ഞെരുക്കമാണ്, വലിയ ഭാരമാണ്, ഞെരുക്കമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, ഫലം കിട്ടുന്നില്ല. ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥയാണ്. ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കും, ഉത്തരം ഞാൻ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുന്നില്ലല്ലോ. സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനം 63 1-ാമത്തെ വചനം, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദാവീദ് പറയുക, ദൈവമേ അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ്. നമ്മുടെ ആത്മാവ് ഓരോ നിമിഷത്തിലും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള നമ്മുടെ സ്വന്തം ആത്മാവ്, മനുഷ്യ ആത്മാവ്. ഈ ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്.
പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ളത്. അപ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം പോലെ തന്നെ പക്ഷേ എൻ്റെ ശരീരം അറിയുന്നില്ല, എൻ്റെ ആത്മാവ് ഇങ്ങനെ ദാഹിക്കുക, ദൈവത്തിന് വേണ്ടി ദാഹിക്കുക. അപ്പം നമുക്ക് ബോധത്തിൽ നമുക്ക് അറിയില്ല, ആത്മാവ് ദാഹിക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല. ശ്രദ്ധിക്കണം, അതിനെ ശ്രദ്ധിക്കണേ. എൻ്റെ ആത്മാവിന് ദാഹമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റിൽ അങ്ങനെ എങ്കിൽ പോലും ഞാൻ പറയണം, ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. കാരണം എന്താണ്? എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതെനിക്കറിയില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം. കാരണം എൻ്റെ ആത്മാവ്, നമ്മുടെ ആത്മാവ് എവിടുന്ന് വന്നതാണത്? ദൈവത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ദൈവത്തെ സ്വന്തമാക്കാനുള്ള ദാഹം ആത്മാവിൽ എപ്പോഴുമുണ്ട്. പക്ഷെ ഇവിടെ ദാവീദ് വിളിച്ചു പറയാ, ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങേ കാണാതെ തളരുന്നു. നോക്കണമേ, ആത്മാവിൻ്റെ ദാഹം വന്നു കഴിഞ്ഞപ്പോഴേക്കും, ആത്മാവിൻ്റെ ദാഹം, ആത്മാവിന് ശക്തിയില്ല, ആത്മാവിന് ദരിദ്രാവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ പരിണഫലമായിട്ട് എന്ത് പറ്റി? ശരീരം ശുഷ്കമാണ്, ശരീരത്തിന് ജീവനില്ല, ആരോഗ്യമില്ല, ബലമില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നു കഴിയുമ്പോൾ, അതാണ് ഇവിടുത്തെ ഈ വചനം, കേട്ട വചനം, ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. നല്ലൊരു എന്താ മൃഷ്ടാന്ന ഭോജനം അല്ലെങ്കിൽ നല്ലൊരു വിരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ ആ സുഖം നമ്മൾ ആസ്വദിക്കുന്നത് പോലെ, അതുപോലെ തന്നെ അതിലും എത്രയോ വലുതാണ് നമ്മളിലേക്ക് ആത്മാവിന് അഭിഷേകം വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ഒക്കെ അവസ്ഥ. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അത് ഉണ്ടോ ഇല്ലയോ? അത് മറ്റെന്തിനേക്കാളും വിലപ്പെട്ട. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. ഇവിടെ നമ്മുടെ ആത്മാവ് എപ്പോഴും ദാഹിക്കുക ദൈവത്തിന് വേണ്ടി. പക്ഷെ നമ്മുടെ ആത്മാവിൻ്റെ ആ ആഗ്രഹം മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ ശരീരം ബന്ധിക്കപ്പെട്ടതാണ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ബോധത്തിൽ ഈ അറിവുണ്ടായിരിക്കട്ടെ, നിന്റെ ആത്മാവ് എപ്പോഴും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. ഈ അറിവിൽ നിന്നുകൊണ്ട് നീ ചെയ്യണം, കർത്താവേ എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ ദാഹത്തെ ശമിപ്പിക്കുവാൻ ഉന്നതത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ആത്മാവിനെ തീറ്റിപ്പോറ്റണമേ, എൻ്റെ ആത്മാവിന് ശക്തി നൽകണമേ. അതൊരു പ്രാർത്ഥനയായിരിക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണത്, നമുക്ക് ബോധത്തിൽ നമുക്കറിയില്ല, ആത്മാവിൻ്റെ ദാഹം നമുക്കറിയില്ലായിരിക്കാം, പക്ഷേ നമുക്ക് അറിവുണ്ടാകണം, നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയണം, കർത്താവേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അയച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ അവിടുന്ന് തീറ്റിപ്പോറ്റണമേ, എൻ്റെ ആത്മാവിനോട് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന് വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മൾ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് വഴി അവിടുന്ന് ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ആത്മാവിന് ലഭിക്കുന്ന ആ ശക്തി അതെൻ്റെ ശരീരത്തിൻ്റെ ബലമായിട്ട് മാറും, അതിൻ്റെ മനസ്സിൻ്റെ ധൈര്യമായിട്ട് മാറും, ആത്മാവിൻ്റെ ഉണർവായിട്ട് അഭിഷേകമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വൃത്തി പിടിക്കാം, എന്നിട്ട് പറയാം, പിതാവായ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയുടെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ അയച്ച് അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകത്തെ ഊറ്റി എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ, എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, ഈ ദാരിദ്ര്യത്തിലേക്ക് അവിടുത്തെ സമൃദ്ധിയെ ചൊരിയണമേ, ഈ ദാരിദ്ര്യത്തിലേക്ക്, ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് അവിടുത്തെ സമൃദ്ധിയെ ചൊരിയണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ സമൃദ്ധിയെ ചൊരിഞ്ഞ് എന്നെ ഉജ്ജീവിപ്പിക്കണമേ, എന്നെ ഉജ്ജ്വലിപ്പിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ദൃഢപ്പെടുത്തണമേ, എന്നെ സ്ഥിരീകരിക്കണമേ. സ്വർഗത്തിന് തടാകം തുറക്കപ്പെട്ട ജീവൻ ഇറങ്ങി വരുന്നതിന് സ്തോത്രമപ്പാ. ആമേൻ. ഓരോ ആത്മാവ് ദാഹിക്കുന്നു, ആത്മാവിന്റെ ദരിദ്ര അവസ്ഥയിലേക്ക് ശക്തി ഇറങ്ങി വരട്ടെ,
ശക്തി വന്നറിയട്ടെ. റൂഹാ റൂഹാ അല ബറ 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 ശലം ബറ ബറ രി 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 ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി. സ്തുതിക്കുന്നു 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 അപ്പാ. സ്തോത്രം മഹത്വം. സങ്കീർത്തനം 42 ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ ദാഹത്തെക്കുറിച്ചാണ്. 42:1 വചനം. സാംസ് 42:1. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? രാപകൽ കണ്ണീരെൻ്റെ ഭക്ഷണമായി. എവിടെ നിൻ്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ഇവിടെ എന്നിട്ട് പറയാം, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നീർച്ചാൽ തേടുന്ന മാൻപേട. കുടിനീരിന് വേണ്ടി ഒരിടത്തും വെള്ളമില്ല, ഉണങ്ങി വരേണ്ട ഭൂമിയിൽ ഒരു മാൻപേട ഇങ്ങനെ ദാഹിച്ച് നടക്കുകയാണ്, പാരപശ്യം നടക്കുകയാണ്. എവിടെയാണ് അല്പം കുടിവെള്ളം കിട്ടുക? അപ്പോൾ അതുപോലെയുള്ള ദാഹമാണ് എനിക്ക്. എവിടെയാണ് എനിക്ക് ജീവജലം കിട്ടുക? നമുക്ക് ആ ദാഹം ഉണ്ടാകേണ്ടത്. എവിടെയാണ് എനിക്ക് ജീവജലം കിട്ടുക? ജീവജലം. മാൻപേട ദാഹിക്കുന്ന കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നത് ജീവജലത്തിന് വേണ്ടി, ജീവന് വേണ്ടിയിട്ടാണ്. അത് എവിടെയാണ് ലഭിക്കുക? നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എന്നിട്ട് പറയാം, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ദാഹം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മാവിന് ദാഹമുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞ്, നമ്മുടെ മനസ്സിൽ അറിയണം, അത് എൻ്റെ ആത്മാവിൻ്റെ ദാഹമുണ്ട് എന്ന് മനസ്സ് അറിഞ്ഞിട്ട് ബോധപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കണം. ദൈവമേ ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവിന് വേണ്ടി ശരീരം കൂടി പ്രാർത്ഥിക്കുകയാണ്, നാവുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അത് നമ്മളിലേക്ക് ആത്മാവിനെ കൂടുതൽ വർഷിക്കാൻ ദൈവത്തെ സഹായിക്കുന്നു. സങ്കീർത്തനം 40 സങ്കീർത്തനം 1 വചനം. ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. എന്നിട്ട് പറയാം, ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. അതിനും പറയുകയാണ്, കർത്താവിനെ ക്ഷമാപൂർവ്വം കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. അപ്പം നമ്മൾ ദൈവത്തോട് കാത്തു നിൽക്കണം. നമ്മുടെ സമയമല്ല കർത്താവിൻ്റെ സമയം. നമ്മൾ കുറേ നാൾ, കുറേ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു, ഉത്തരവൊന്നും കിട്ടിയില്ല. അവിടെ നിരാശപ്പെട്ട് പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കുകയല്ല, കാത്തിരിക്കണം. കർത്താവിൻ്റെ സമയമുണ്ട്. കാരണം എൻ്റെ വിശ്വാസം, എൻ്റെ ദാഹം ദൈവം നോക്കും. എനിക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട്, ദൈവം അത് പഠിച്ചറിയും. എൻ്റെ ആഗ്രഹം യഥാർത്ഥമാണോ? അതിനെ പറയാണ്, ദൈവത്തെ കാത്തിരിക്കണം. എൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം എന്നറിയണം. അവിടുന്ന് തൻ്റെ ഒരു വാഗ്ദാനവും അവിടുന്ന് മാറ്റിക്കളയുന്നവനല്ല. എന്തെല്ലാം വാക്ക് തന്നിട്ടുണ്ടോ, എന്തെല്ലാം ഉറപ്പ് തന്നിട്ടുണ്ടോ, അതെല്ലാം അവിടെ നിറവേറ്റി തരും. നിറവേറ്റുന്നവനാണ് അവിടുന്ന്.